അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. ഒക്കെ എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഞാരാ അച്ഛനെന്തോ പറ്റിയെന്ന് ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛൻ. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഫോൺ എടുത്ത് എറിഞ്ഞു. എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചത് എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെയോ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കൊണ്ട്. കൈനടക്കുള്ള ഒരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കൊണ്ട് വെക്കുമ്പം ഇവര് നേരെ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റ ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു. ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാനുണ്ട്, എന്തിനു വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുപേട്ടം വന്നിട്ടുണ്ടാ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാർ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ ഫോണൊക്കെ വാങ്ങിയേക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് നിന്നപ്പോഴത്തേക്ക് അനുപേൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം എനിക്ക് കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്ത് കൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നായില് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ കണ്ടു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം 89,000 രൂപ കണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്ത് ഫ്ലവേഴ്സായി. അത് അനൂപേട്ടൻ എല്ലാവരും കൂടെ ചെയ്തത് എല്ലാ പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്.
എന്താ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയി പോയ ടൈമിൽ എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കി. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെയായിരുന്നു. എങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ +2 ഇതായിട്ട് പഠിക്കുക. ഓപ്പൺ കോഴ്സ് എടുത്ത് +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയായിരുന്നു. ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ നീ എവിടെ കഴിച്ചാ ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുവാ ഞാൻ. പോകുന്നു, രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടാവുന്ന അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവിടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ലേ നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യമോ ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞ. ഞാൻ ആ ഒരു സമയത്തൊരു പ്രശ്നം ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നല്ല സ്വഭാവം അല്ലാതെ പക്ഷെ ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തൊരു ജോലി ഈ റബ്ബറിന്റെ ഒരു ജോലിക്ക് ഞാൻ ഇങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ്റെ വഴിയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് ഇതാക്കി അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവരൊന്നും ഒന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായില ചേട്ടൻ ചോദിച്ച് നിനക്കും ഋതപ്പൻ്റെ പേരിലും കൂടെ ഒരു വീട് വെച്ചേരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ടോട്ടുള്ള കൂട്ടുകാരാ. എൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഉള്ള കമ്പനിയാണ്. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദ് അലി, ആഷിഖ്. എൻ്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിനകത്ത് കുഴിയിൽ താഴെ കിടക്കുമ്പം ഒരു കൈ വരത്തില്ലേ, അതിന് എന്തോ ഒരു വീണ്ടും ഒരു കുറെ പ്രത് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ പൊക്കി തന്ന കൈ തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്ത അവർ 3 പേര്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഒരു മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് എന്തോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. ഇമാര് 3 പേര് കൊല്ലത്ത് വന്നിട്ട് ഇമാര് 3 പേരെ ഇങ്ങനെ ഇമാരെന്നെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എല്ലാത്തിനും എനിക്ക് മാറാൻ പറ്റി. ഭയങ്കരമായിട്ടൊന്ന് ഇതായി. ആൾക്കാർത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇമാര് കൊണ്ട് തന്നെ അങ്ങ് മാറ്റി, മൊത്തത്തിൽ എന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാത്തിൻ്റെ തുടക്കം ഇങ്ങനെ ഇട്ട് തന്നു ഇമാര്. അത് കഴിഞ്ഞിട്ട് രാവാണോ പാട്ട് പാടിയില്ല. അപ്പൊ അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളെ എനിക്കിപ്പോ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം നോക്കിയത് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടൈമിൽ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. ആണ് ഇത്ര ഒരു ലൈഫിന്റെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത്. അമ്മ എന്റെ ഒരു കൈ പിടിച്ച് ഇങ്ങനെ പൊക്കി ഞാൻ തന്ന്, ബാക്കി അതായിരുന്നു. അങ്ങനെ ബാക്കി പറയാം. അങ്ങനെ എന്താ ഇപ്പം എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെ കോട്ടയത്തുണ്ടായ എൻ്റെ ഒരു പാസ്റ്റ് ആ സമയത്ത് അങ്ങനെ ആയിപ്പോ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ച എനിക്ക് പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരും ഇല്ല, ഒന്നിനും ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് എനിക്കൊരു എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോയി ആ സമയത്ത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ